നിങ്ങൾക്കിപ്പോൾ 3 വയസ്സാണ്. യു ആർ 3 years ഓൾഡ്. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കയ്യിൽ ഒരു കപ്പ് ജ്യൂസ് തരുന്നു. നിങ്ങൾ ആ ജ്യൂസ് കിട്ടിയ സന്തോഷത്തിലും കപ്പ് നിങ്ങളുടെ കയ്യിൽ നേരിട്ട് തന്ന സന്തോഷത്തിലും നിങ്ങളേറെ സന്തോഷത്തോടു കൂടി ആ കപ്പ് ബാലൻസ് ചെയ്ത് പിടിച്ചുകൊണ്ട് അടുക്കളയിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് വരികയാണ്. പക്ഷെ നിങ്ങൾക്ക് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും ആ ജ്യൂസ് തുളുമ്പി താഴേക്ക് വീഴും. താഴെ വീണ ജ്യൂസും അമ്മ എന്ത് പറയുമെന്നും ഭയന്ന് താഴെ വീണ ജ്യൂസും നോക്കി നിങ്ങൾ അമ്പരന്ന് ഭയന്ന് അമ്മയെ നോക്കി നിൽക്കുകയാണ്. അമ്മ ഓടി വരുന്നു. താഴെ വീണ ജ്യൂസ് കാണുമ്പോൾ ദേഷ്യപ്പെടുന്നു. അവിടെ ഇരുന്ന് കഴിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നു. നിന്നെ ശാസിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു തുണി എടുത്തു കൊണ്ടുവന്ന് അത് തുടയ്ക്കുന്നു. നിങ്ങളെ എടുത്ത് നിർബന്ധപൂർവ്വം കസേരയിലിരുത്തുന്നു, ഡൈനിങ് ടേബിളിലിരുത്തുന്നു. ബാക്കിയുള്ള ജ്യൂസ് നിങ്ങളുടെ മുൻപിലേക്ക് വെച്ച് തരുന്നു. നിങ്ങൾ അപ്പോൾ പഠിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ, തെറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കത് പിന്നീട് എന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുകയും അത് ഒരു മുറിവിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒന്നുകിൽ മിസ്റ്റേക്സ് വരുത്താൻ പാടില്ല, അല്ല എന്നുണ്ടെങ്കിൽ മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞാലും അത് ആരും അറിയുന്നത് നല്ലതല്ല. നിങ്ങൾ വളർന്നു, നിങ്ങൾ 6ാം ക്ലാസ്സിലായി. ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളതിൻ്റെ ഉത്തരം പറയുന്നത് തെറ്റിപ്പോകുന്നു. നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ അത് കേട്ട് ചിരിക്കുന്നു. നിങ്ങളപ്പോൾ മനസ്സിലാക്കി, വീണ്ടും തെറ്റുകൾ പറ്റുന്നത് മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുവാനും കുറ്റപ്പെടുത്തുവാനും അതുവഴി മുറിവുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ തെറ്റുകൾ വരുത്താതെ ഇരിക്കാനാണ് ശ്രദ്ധിക്കുക എന്ന് വിചാരിച്ച് നിങ്ങൾ അന്ന് ആ ക്ലാസ് റൂമിൽ ഇരുന്നതാണ്. പിന്നീട് പലപ്പോഴും നിങ്ങൾക്ക് പറയുവാൻ അഭിപ്രായങ്ങളുള്ളപ്പോഴും ശരി ഉത്തരം അറിയാവുമ്പോഴും തെറ്റിപ്പോകുമോ എന്ന ഭയത്താൽ നിങ്ങൾ വീണ്ടും അവിടെ കുനിഞ്ഞിരിക്കുവാനും അങ്ങനെ ഒതുങ്ങിപ്പോകുവാനും അധികം സംസാരിക്കാതെ വരുവാനും സാധ്യതയുണ്ട്. നിങ്ങൾ വളർന്നു വലുതായി. നിങ്ങൾക്കൊരു മകനോ മകളോ ഉണ്ടായി. ഒരു മകൾ ഉണ്ടായി എന്നിരിക്കട്ടെ. അവൾക്കും 3 വയസ്സായി. അവളുടെ കയ്യിലും നിങ്ങൾ ഒരു കപ്പ് ജ്യൂസ് കൊടുത്തു. അത്രയും കാലത്തെ ജീവിതം കൊണ്ടുള്ള അറിവ് കൊണ്ടോ എന്തൊക്കെയോ പ്രത്യേകതകൾ കൊണ്ട്, എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ആ ജ്യൂസ് അന്ന് പണ്ടത്തേതുപോലെ തന്നെ താഴേക്ക് തുളുമ്പി വീഴുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുന്നില്ല. പകരം നിങ്ങൾ ഓടി വന്ന്, അയ്യോ ജ്യൂസ് താഴെ വീണോ, സാരമില്ല, നമ്മുടെയൊക്കെ കയ്യിൽ നിന്നും ചിലപ്പോൾ ഇങ്ങനെ താഴെ വീഴുകയും നമുക്ക് അബദ്ധങ്ങൾ പറ്റുകയും ചെയ്യും, നമുക്കിതൊന്നിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കുഞ്ഞിനെ വിളിച്ച് നിങ്ങളത് ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ്. കുഞ്ഞിന് സന്തോഷമായി. തെറ്റുപറ്റിയാലും തിരുത്താവുന്നതേ ഉള്ളൂ എന്ന് നിങ്ങളുടെ കുഞ്ഞ് അവൾ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 70 വയസ്സ്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മകളും അവളുടെ മകളുമുണ്ട്. നിങ്ങളുടെ മകളുടെ കയ്യിൽ നിങ്ങളുടെ മകൾ ഒരു കപ്പ് ജ്യൂസ് പണ്ടത്തേതുപോലെ തന്നെ കൊടുക്കുകയാണ്. ആ കുഞ്ഞും ആ ജ്യൂസും കൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അത് ബാലൻസ് ചെയ്ത് പിടിച്ച് അത് പഠിക്കുവാനും വേണ്ടിയിട്ട് കൂടിയായിട്ട് അടുക്കളയിൽ നിന്നും ഡൈനിങ് ഹാളിലേക്ക് വരികയാണ്. പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും എന്നത്തെയും പോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പറ്റുന്നത് പോലെ ജ്യൂസ് തുളുമ്പി താഴെ വീഴുകയാണ്. നിങ്ങളുടെ മകൾ അവളുടെ കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്നതേയില്ല. നിങ്ങൾ അന്ന് അവളോട് കാണിച്ച അതേ അവധാനതയോടുകൂടി, അതേ കാരുണ്യത്തോടുകൂടി, അതേ ഇഷ്ടത്തോടുകൂടി അവളും ഒരു തുണി എടുത്തുകൊണ്ടുവന്ന് അത് നമുക്കിതൊന്നിച്ച് തൂക്കാം, ഇത് സാരമില്ല എന്ന് പറഞ്ഞ് തൂക്കുകയാണ്. കുഞ്ഞിനെ എടുത്ത് ഡൈനിങ് ടേബിളിൽ ഇരുത്തി നല്ല ജ്യൂസ് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ സൈക്കിൾസ് ബ്രേക്ക് ചെയ്യുന്നത്. എവിടെയാണോ നമുക്ക് മുറിവ് പറ്റിയത് ആ മുറിവ് വീണ്ടും ആവർത്തിക്കാതിരിക്കുവാനുള്ള ശ്രദ്ധയാണ് കരുതൽ. അതാണ് പേരൻറ്റിങ്ങിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. ദിസ് ഇസ് അബൌട്ട് ബ്രേക്കിംഗ് സൈക്കിൾസ്. ദിസ് ഇസ് അബൌട്ട് റണ്ണിങ് ഓഫ് ഓട്ടോ പൈലറ്റ്. This is about being careful how our words and actions have long-term impacts on our children. Parenting is always activism.